everything. The wall and the carpet. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഐ എം ടോക്കിംഗ് ഓൺ ആൻ ആവറേജ് $180. ഒരു മലയാളി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ട്രാൻസിഷൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വില്ലനായിട്ടാണ് ഞാൻ. പോസ്റ്റ് കോവിഡ് നമുക്ക് ഉണ്ടായ ഒരു ഗുണമാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഒരു സിഡ്നി മലയാളി. പ്രഭാകര, ഞാനിവിടെ തന്നെ ഉണ്ട്. സോക്സ് ഉണ്ടായിരുന്നു. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ. നമ്മളിവിടെ തിരക്കേടില്ലാണ്ട് പോകണു. വേറെ ആർക്കും ഇല്ല. എനിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഡെഫിനറ്റ്ലി അറിയുണ്ടാവും. വിൻ്റർ നടക്കുകയാണ് ഓസ്ട്രേലിയയിൽ. ആൻഡ് എനിക്കത് അത്ര വലിയ രസമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വില്ലനായിട്ടാണ് ഞാൻ ഈ തണുപ്പിനെ എപ്പോഴും കാണാറ് കേട്ടോ. എല്ലാ കൊല്ലവും ഞാൻ വിചാരിക്കും ആ ഒരു തണുപ്പ് സീസൺ സഹനം ഒക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിക്കും ഓക്കെ എനിക്ക് കുറച്ചെങ്കിലും തൊലിക്കട്ടി ആയിണ്ടാവും, അടുത്ത കൊല്ലം ഞാൻ പൊളിക്കും എന്നൊക്കെ കേട്ടോ. ബട്ട് എവറി ഇയർ എസ്പെഷ്യലി ഒരു ജൂലൈ ഓഗസ്റ്റിലൊക്കെ എനിക്ക് പറ്റാത്ത സമയമാണ്. ഐ സ്ട്രഗിൾ എ ലോട്ട്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ആൻഡ് ബൈ ഹെൽത്ത് ഇഷ്യൂസ് ഐ മീൻ ലൈക്ക് കോൾഡ്, വയ്യായ, ഇപ്പോൾ തന്നെ നല്ല തലവേദന. അപ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടല്ലേ എൻ്റെ ഉണ്ണിത്തൊപ്പി. ആൻഡ് ഇതിനും കൂടുതൽ ക്ലോത്ത്സ് ഇടാത്ത എന്താ വെച്ചാൽ വീട് ഹീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. AC നല്ല 26-27 വെച്ചിട്ടാണ് വീട് ഫുൾ ഹീറ്റാക്കി ഞാൻ വെക്കാറ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സമയത്ത് എനിക്കത് പറ്റാം. ബിക്കോസ് സുനിലിനും കുട്ടികൾക്കൊക്കെ ഇത്ര ഇത്ര തണുപ്പ് ഫീൽ ചെയ്യാറില്ല. ദേ ആർ ലൈക്ക് സം ചൂട് വർഗം. ആൻഡ് ഞാൻ വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ നിന്ന് വന്ന വേറൊരു ജീവി മാതിരി ഐ എം ലൈക്ക് തണുത്ത് വിറങ്ങലിച്ചിരിക്കണ ഒരു മനുഷ്യൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയ്ക്ക് വേദന, തലവേദന, ഭയങ്കര എന്താ പറയുക, എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ തണുപ്പ് കേട്ടോ. ഐ യൂസ് ടു ഓൾവേസ് തിങ്ക് ബിക്കോസ് ഞാൻ വളർന്നതൊക്കെ ഗൾഫിലാണ്. കുറേ പേർക്ക് അറിയണം, ഞാൻ വളർന്നതൊക്കെ ഗൾഫിലാണ്. അപ്പോൾ ആ ചൂടിൽ ഞാൻ അക്ലമറ്റൈസായി ജീവിച്ചിട്ടാണല്ലോ ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ വന്നത്. ആൻഡ് ഇവിടുത്തെ തണുപ്പ് എനിക്ക് പറ്റണില്ല കേട്ടോ. ഐ നോ ഇവിടുത്തെക്കാട്ടും തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉള്ള വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക്. നമ്മുടെ ഈ ഒരു സിഡ്നി മലയാളി ഫാമിലിയിലുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഹു ആർ ഫ്രം ലൈക്ക് കോൾഡർ റീജിയൻസ്. ആൻഡ് അവരൊക്കെ പറയുന്നോട് ഇറ്റ്സ് വേഴ്സ് ഹിയർ, ഇതിനെക്കാട്ടും തണുപ്പാണ്. ആൻഡ് ഐ നോ ഇവിടത്തെക്കാട്ടും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, ഐ കംപ്ലീറ്റ്ലി നോ. ബട്ട് എന്നെക്കൊണ്ട് പറ്റണില്ല ഈ സംഭവം കേട്ടോ. ഐ കാൺട്ട് സഹിക്കൽ ദിസ് വൃത്തികെട്ട തണുപ്പ്. എൻ്റെ ഒരു ബോഡി ടൈപ്പിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷനോ ഒന്നും പറ്റിയൊരു സാധനമല്ല. സോ എനിക്ക് ഐ ഓൾവേസ് ഹാവ് ടു ലൈക്ക് ഡ്രസ് അപ്പ് മോർ. കുറേ ദിവസങ്ങളൊക്കെ ഞാൻ സഹിച്ചിട്ടാണ് ജീവിക്കണത്. ബിക്കോസ് എനിക്ക് പുറത്തൊക്കെ പോണ സമയത്താണ് എസ്പെഷ്യലി കേട്ടോ എല്ല് വരെ എനിക്ക് വേദന എടുക്കും. എനിക്ക് അങ്ങനെ തണുപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്ന സീസണാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കേട്ടോ. വളരെ വളരെ തണുപ്പ് സിഡ്നിയെക്കാട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. സ്നോഫോളൊക്കെ നല്ലോണം ഇപ്പം നടക്കുന്നുണ്ട് കുറേ സ്ഥലത്ത്. വി ആർ ഫോർച്ചുനേറ്റ്, ഇവിടെ അങ്ങനെ സ്നോഫോളില്ല, ഫോഗും മിസ്റ്റൊക്കെ ആയിട്ടാണ് നിൽക്കുക. അങ്ങനെ സ്നോ വീഴില്ല, ആ സംഭവം ഇവിടെ ഇല്ല. ഓഫ് കോഴ്സ് ഫ്രോസ്റ്റ് ആൻഡ് ഐസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാറ് പുറത്താ പാർക്ക് ചെയ്ത് വെച്ചാൽ അത് ഫുൾ ഐസ് ആവും രാവിലെ നമ്മൾ നീട്ടിട്ട്. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നമുക്ക് കവേർഡ് ഗരാജ് ആയിരുന്നില്ല കേട്ടോ. ഗവൺമെൻറ് രാവിലെ സുണിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഐസൊക്കെ കളയണ്ടേ, ഫുൾ ഐസായി ഉണ്ടാവും വണ്ടിയുടെ ഗ്ലാസ്സും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ഉണ്ട്. ബിക്കോസ് ടെമ്പറേച്ചേഴ്സ് ഗോ റിയലി ലോ കേട്ടോ. സഹിക്കണം. എനിക്ക് ഈ കുറച്ച് മാസങ്ങൾ കുറച്ച് സഹനം തന്നെയാണ്. ഓക്കെ, എൻ്റെ ദുരിതകഥ ഞാൻ അവിടെ വയ്ക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ, കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോന് കിട്ടിയ ഒരു റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് ഇസ് ലൈക്ക് ഓ മൈ ഗോഡ്, മാസീവ്. ഞാൻ എല്ലാ വീഡിയോസിനും താങ്ക്ഫുള്ളാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബട്ട് കഴിഞ്ഞൊരു വീഡിയോന് ദർ വാസ് എ റീസൺ വൈ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതും ആ വീഡിയോയിലത്തെ വിശേഷങ്ങളും ഒക്കെ കേട്ടിട്ട് എന്നെ വീഡിയോ ത്രൂവും അല്ലാണ്ടെയും പരിചയമുള്ളവരൊക്കെ തന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ലൈക്ക് ഇമ്മെൻസ്ലി എന്താ പറയുക, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി, ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് അതൊക്കെ തോന്നുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു, മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്
കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കൂ. നമ്മളിവിടെ ഒരു മൂവിയുടെ പ്രീമിയറൊക്കെ നടന്നു. എനിക്കതിലൊരു ഒരു മൂവിയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി, ആ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആൻഡ് ദീസ് ആർ തിങ്സ് ദാറ്റ് ഐ റിയലി എൻജോയ് ഡൂയിങ്. കലാപരമായ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ചെയ്യാനും. സോ ഐ റിയലി ഫീൽ താങ്ക്ഫുൾ ദാറ്റ് നിങ്ങളൊക്കെ അത്രയ്ക്ക് സപ്പോർട്ടൊക്കെ കിട്ടി. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ് റൈറ്റ്. നമുക്ക് ഏറ്റവും വേണ്ടത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെയാണ്. ആൻഡ് ദാറ്റ് ഐ ഫീൽ ഐ എം ലക്കി. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളോടൊക്കെ ഒരു ബിഗ് താങ്ക് യു പറയണമെന്നുണ്ട് ഫോർ സപ്പോർട്ടിങ് ദ ലാസ്റ്റ് വീഡിയോ. ആ ഷോന് ശേഷം ഒരു ഷോയും കൂടെ ഹൗസ്ഫുള്ളായിട്ടൊക്കെ നമ്മുടെ മൂവീസൊക്കെ വീണ്ടും കളിച്ചു. ആൻഡ് വാസ് റിയലി ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ചാനലിലുള്ള എത്ര പേരെയാണ് ഞാൻ അന്ന് കണ്ടേ അറിയോ? ബിക്കോസ് ഞാൻ ചാനലിൽ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് കുറേ പേര് വന്നിരുന്നു 2 ദിവസങ്ങളിലും കാണാൻ പറ്റി എല്ലാവരെയും. ഇറ്റ് വാസ് റിയലി സന്തോഷമുള്ള കുറേ ദിവസങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ തണുപ്പൊക്കെ ഞാൻ സഹിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറേ നല്ല പരിപാടികളൊക്കെ സൈഡിൽ കൂടെ നടക്കണു. നമ്മുടെ ചാനൽ, നമ്മുടെ സപ്പോർട്ട്, ഇവിടെ സിഡ്നിയിലുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കണേ, അതിൻ്റെയൊക്കെ ഒരു ബാലൻസിലാണ് ഈ കഷ്ടപ്പാടും ദുരിതവും ഓഫ് ദ തണുപ്പ് ബാലൻസ് ആയി പോണത്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ എൻ്റെ വീഡിയോസ്, ഐ ആം എ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. അപ്പോൾ എൻ്റെ കുറേ കഥകളാണ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ കാണിക്കാറ്. ഞാൻ ചാനലിന് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇവൻറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാറല്ല. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി ഓണസ്റ്റ് ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബി നാച്ചുറൽ ആയത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കണേ അതാണ് ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാറ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് പീപ്പിൾ എൻജോയ് വാച്ചിങ് ആസ് വെൽ. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിലും അന്നേരം ആൾക്കാർക്ക് അറിയണമെന്നുണ്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈഫ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈല്, എന്തൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ ചെയ്യാനുള്ളത് സിഡ്നിയിൽ, എങ്ങനെയാണ് ഒരു ഡേ ടു ഡേ ഇവൻറ്റ്സ് ഒക്കെ നടക്കണേ. സോ ഒരു ഹോൾ ലൈഫ് ടൈമിലെ കഥകൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഐ തോട്ട് ലെറ്റ് മീ ക്യാപ്ചർ ഈ ഒരു ആഴ്ചയിലത്തെ വിശേഷങ്ങൾ. ബിക്കോസ് ഇനിയുള്ള ഒരാഴ്ച കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ആൻഡ് ആ ഒരു ഇതിലാണ് ഈ ഒരു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ലിറ്റിൽ ബിറ്റ്സ് ആൻഡ് പീസസ് ദാറ്റ് ഹാപ്പൻ ഇൻ ആർ ലൈഫ് ഹിയർ. എൻ്റെ ലൈഫ് ആസ് എ മലയാളി ഞാൻ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യണേ, എങ്ങനെയാണ് എൻ്റെ ലൈഫ് മാനേജ് ചെയ്യണേ, ഹൗ ഇസ് മൈ ലൈഫ് ആൻഡ് മൈ സർക്കിൾ, മൈ സോഷ്യൽ സർക്കിൾ, മൈ വർക്ക് സർക്കിൾ, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു വീക്കാണ് വരാൻ പോണത്. ബട്ട് ഐ തിങ്ക് നമ്മുടെ എല്ലാവർക്കും ലൈഫിലുള്ള ഒരു സംഭവമാണ് ജോലി. ഓഫ്കോഴ്സ് നമുക്ക് ആവശ്യമാണ്, നോട്ട് ജസ്റ്റ് ഫോർ കഞ്ഞി കുടിക്കാൻ, ബട്ട് ഓൾസോ ഫോർ നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡിനെ ടു കീപ്പ് ഇറ്റ് ഓൺ ട്രാക്ക്. നമ്മുടെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് എന്നെ പോലുള്ള ഒരാൾക്ക് വെറുതെ ഇരിക്കുക വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എത്ര തിരക്കുള്ള ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിലും ഐ തിങ്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ജോലി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ എൻ്റെ വർക്ക് കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയൊക്കെയാണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം ഇവിടുത്തെ ഒരാഴ്ച, എന്തൊക്കെയൊക്കെ പരിപാടികളാണ് എന്നൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂവിയുടെ സെക്കൻഡ് ഷോയും കൂടെ നടന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബിറ്റ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് ഇന്നലെ ആയിരുന്നു, ബട്ട് ഐ വിൽ കവർ ഇറ്റ് ആസ് പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ് ദിസ് ആഴ്ച ആസ് വെൽ. കുറേ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ സിഡ്നിയിൽ. സോ മച്ച് ഈസ് ഹാപ്പനിങ് ദാറ്റ് എന്തൊക്കെയൊക്കെയാണ് ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് പറ്റണത് അത്രയും ഞാൻ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ പറ്റും ലൈഫ് ഓഫ് എ മലയാളി ഇൻ ഓസ്ട്രേലിയ. ഓക്കെ, പ്ലീസ് കീപ് വാച്ചിങ്. തൽക്കാലം ക്ഷീണം മാറ്റാൻ ഞാൻ കുറച്ച് നേരം ഒന്ന് അന്തി ഉറങ്ങട്ടെ. പള്ളിയുറക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ കാണും. കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. തണുപ്പേ, ഞാൻ ഈ തണുപ്പിന് കൂടുതലൊക്കെ ചെയ്യണ ഒരു സംഭവം ഇസ് കാപ്പി കേട്ടോ. ആൻഡ് ദാറ്റ് ടു എനിക്ക് ഹണിയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഹണിയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിയാണ് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് ഇറ്റ് റിയലി ഈസസ് മൈ ത്രോട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഹണിയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയാണ് ഞാൻ. കാപ്പി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളും ഇവിടെ ഓസ്ട്രേലിയയിൽ കിട്ടും കേട്ടോ.
ഭക്ഷണം നമുക്കൊരു പ്രധാന വിഷയമാണല്ലോ. നമ്മുടെ നാട്ടിലത്തെ ഫുഡ് കിട്ടുമോ, നമുക്കിഷ്ടമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡ്സ് കിട്ടുമോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇഷ്ടംമാതിരി ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്. ഞാനൊരു കപ്പിൾ ഓഫ് ഇയേഴ്സ് അഗോ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ബട്ട് വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് അന്നത്തെ നിന്നും കൂടെ എത്ര ഇന്ത്യൻ സ്റ്റോഴ്സാണ് വന്നിക്കണ അറിയോ. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള വലിയ സ്റ്റോഴ്സിൽ തന്നെ പോകണമെന്നില്ല, ചെറിയ ചെറിയ സ്റ്റോഴ്സ് അതെ എവ്രിവെയർ ഇൻ ഓൾ സബർബ്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രാൻഡ്സ് ഇപ്പോൾ പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് എന്തും നാട്ടിലിപ്പോൾ ഡബിൾ ഹോസ്, നിറപറ, ഏതൊക്കെ ബ്രാൻഡ്, മലബാർ, കോഴിക്കോടൻസ്, എന്തൊക്കെ ബ്രാൻഡ് ഉണ്ടോ നാട്ടിൽ അത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇപ്പം നമുക്കൊക്കെ ഈ എന്തായാലും പറയാം, പാലക്കാടൻ മട്ട റൈസ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടും. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റേതായിട്ടുള്ള വലിയ ഇഷ്യൂസൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓഫ് കോഴ്സ് ദർ ആർ സ്പെഷ്യൽ തിങ്സ്. നാട്ടിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്, നാട്ടിലത്തെ നാളികേരത്തിൻ്റെയും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഷീ യൂസ് ടു ഡു എവറിത്തിങ്. ഓഫ് കോഴ്സ് അഗൈൻ അമ്മ പറയും ചില കൂട്ടാൻ ഒക്കെ ചിലത് ചിലപ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ദർ ആർ ലിമിറ്റേഷൻസ് ടു വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ദാറ്റ് വി ക്യാൻ മേക്ക്. യെസ്, ഡെഫിനറ്റ്ലി ഇത് വേറൊരു രാജ്യമാണ്. പക്ഷേ മിക്ക സാധനങ്ങളും പാക്കറ്റഡ് ആയിട്ടുള്ള സാധനമാണോ അതിവിടെ ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഉപ്പേരിക്കുള്ള സാധനം, ലൈക്ക് ഐ എം ടോക്കിംഗ് ലൈക്ക് മെഴുക്കുവരട്ടി ഓർ തോരൻ, വാട്ട് എവർ ഇറ്റ്സ് കോൾഡ്, അതിനുള്ള സർവത്ര ഐറ്റംസ് ഇവിടെ കിട്ടും, പച്ചക്കറി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഐ ഫൈൻഡ് ഇറ്റ് ഈസിയർ. ഒരു മലയാളി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ട്രാൻസിഷൻ ഫേസ് മറ്റ് നോട്ട് ബി ദാറ്റ് ഹാർഡ്. നമ്മൾ ഇവിടെ ജോലിക്കാരായിരിക്കുമല്ലോ മിക്കവരും. ഇവിടെ ജോലി ചെയ്യണവരുടെ ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കുട്ടികളുടെ ഒരു കെയർ എന്നുള്ളത്. ലൈക്ക് കുട്ടികളുള്ള ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ ചൈൽഡ് കെയർ ഇസ് സംതിങ് ദാറ്റ് യു നോ ഇവിടെ മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമുള്ള സാധനം. സായിപ്പുകളായാലും ഇവിടുത്തെ നാട്ടുകാരാണ്, അവരുടെ വീട്ടുകാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ചൈൽഡ് കെയർ ഇല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലൈഫിലെ ഒരു ബിഗ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. സാനവും ചൈൽഡ് കെയർ പോയിരുന്നു. ഡേ കെയർ എന്നൊക്കെ പറയുന്ന സംഭവമാണത്. ലോങ് ഡേ കെയർസ് ആണ്. നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ ഫുൾ അവർ കുട്ടികളെ നന്നായിട്ട് നോക്കും, അവരുടെ ഭക്ഷണം കൊടുക്കുക, ഉറക്കുക, അവരെ ട്രെയിൻ ചെയ്യുക, സോഷ്യൽ സ്കിൽസ് പഠിപ്പിക്കുക, ലാംഗ്വേജ് സ്കിൽസ് പഠിപ്പിക്കുക, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഐ എം ടോക്കിംഗ് ഓൺ ആൻ ആവറേജ് $180 എ ഡേ എക്സ്പെൻസ് വരുന്ന ഒരു സംഭവമാണ് ചൈൽഡ് കെയർ കേട്ടോ. ബട്ട് ഇറ്റ്സ് എസെൻഷ്യൽ. അതില്ലാതെ നമ്മുടെ ഇവിടെ ഒരു ലൈഫും മുന്നോട്ട് നീങ്ങില്ല എന്ന് തന്നെ പറയാം. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്, എന്നിട്ടും സാഷുമ ഇപ്പോൾ ഡേ കെയറിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും സാധനം കൂടി അവളെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സാഷുമാനെ എടുക്കണം എന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് എനിക്ക് കുറച്ച് സപ്ലൈസ് ആവശ്യമുണ്ടായിരുന്നു. അതായത് ക്രീം, സെറം, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. ഇപ്പോൾ തണുപ്പല്ലേ, ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആവശ്യം വരുന്നു. ബിക്കോസ് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആവുക. കെമിസ്ട്രിലൊന്ന് കയറിയതാട്ടോ ഞാനും സാധനവും കൂടിയിട്ട്. കുറച്ച് ഇങ്ങനത്തെ സെറം ആൻഡ് മോയ്സ്ചറൈസേഴ്സും അങ്ങനെ കുട്ടികൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം കേട്ടോ. സോ ഇതൊക്കെ ഞാൻ വിത്ത് ടൈം പഠിച്ചെടുത്ത സംഭവമാണ്. ഹൗ ടു ഡു എവറിത്തിങ് ഓൺ മൈ ഓൺ. സുനിലിനെ റിലൈ ചെയ്യാണ്ട് തന്നെ ഞാൻ എല്ലാതും ചെയ്യേണ്ടത് ഇവിടെ ഒരു ആവശ്യമാണ്, എല്ലാവരും ചെയ്യണതാണ്. സാഷുനതാ പോയി എടുത്തോട്ടോ, ഭയങ്കര സന്തോഷത്തിൽ അവളുടെ ഫ്രണ്ട്സും ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിക്കും ഇവളെ പിക്ക് ചെയ്യാൻ പോകുമ്പോഴൊക്കെ. രസമാണ് പിള്ളേരെ വൈകുന്നേരം പോയി പിക്ക് ചെയ്യുമ്പോൾ. ദിവ് ഹാഡ് എ ഹോൾ ഡേ, കുറേ കഥകളുണ്ട് പറയാൻ. ഇതൊക്കെ ഇരുന്നിട്ട് ജപ 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 അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ് കേട്ടോ. സോ ഐ റിയലി എൻജോയ് ദിസ് ഫേസ് ഓഫ് ഹേഴ്സ്. ഇവളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാൻ അത്രയും മുട്ടി നിൽക്കണ ഒരു കുട്ടിയാട്ടോ. ഞാൻ ഇത്ര ഇൻഡിപെൻഡൻസ് സാനുവിൻ്റെയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇവള് കുറച്ച് എക്സ്ട്രാ ഇൻഡിപെൻഡൻസ് ഒക്കെ സ്വന്തം ചെയ്യണം. അപ്പോൾ കാറ് കയറണം, സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്കണു, ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മളിവളെ ഗാന്ധിജി എന്നാണ് വിളിക്കാറ്. കാരണം ഇൻഡിപെൻഡൻസ് എന്നൊരു ചിന്ത മാത്രമേ കുട്ടിക്കുള്ളൂ കേട്ടോ. ഇറ്റ്സ് ഗുഡ്. അത് ഐ തിങ്ക് ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ഹെൽപ്പ് ഹെർ. ഇടയ്ക്ക് നമുക്ക് ഭ്രാന്ത് പിടിക്കും, പക്ഷേ ബിക്കോസ് ഇവള് ഒറ്റയ്ക്ക് ചെയ്താലേ സംഭവം ശരിയാവൂ എന്നാണ് വിചാരം. വീട്ടിലെത്തി പിള്ളേർക്ക് ഇതാ വിശന്ന് തുടങ്ങി. വിൻ്റർ ആകുമ്പോൾ വിശപ്പും അധികമാണ്. നമ്മുടെ പഴംപൊരി, പരിപ്പുവട ഐറ്റംസ് ഒക്കെ ഇവിടെ ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും ടൈമില്ല. അപ്പം ഞാൻ കുട്ടികൾക്ക് നഗറ്റ്സ് ആൻഡ് ഫ്രൈസ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ പിന്നെ എനിക്കും ഉണ്ടല്ലോ വിശപ്പിൻ്റെ ഒരു അസുഖം. അതുകൊണ്ട് കുറച്ച് കോണിൻ്റെ ഫ്രിറ്റേഴ്സും പിന്നെ കുറച്ച് വാഫിൾ ഫ്രൈസും കുറച്ച് സമോസയും
നമ്മൾ ഫ്രോസൺ ഇന്ത്യൻ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുന്ന കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് ഞാൻ എപ്പോഴും വയ്ക്കുന്നത് വളരെ അത്യാവശ്യവും വളരെ ഉപകാരമാണ്. ഇതങ്ങോട്ട് എയർ ഫ്രയറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സംഭവം ഇതാ അങ്ങോട്ട് എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ ഈ എയർ ഫ്രയറും ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ജീവിതം ഇവിടെ കുറേ മുന്നോട്ട് നീങ്ങണേ. ടു ഈസി ആക്കൽ മൈ പണി. ബിക്കോസ് നമുക്കിവിടെ നല്ല ഓട്ടാണ്. നമുക്കിപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോ ഡിവൈസുകൾ റിലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഫ്രഷ്ലി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല, ഇറ്റ്സ് ഗോട്ട് ഇറ്റ്സ് ഓൺ കൺസ്ട്രെയിൻസ്. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഈവനിങ്. ഈ ഒരു ദിവസം ഞാൻ ഓഫീസിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് എന്നിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പരിപാടികളായതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണില്ല. ബിക്കോസ് ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണതിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്ട്രാ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. വെതറും മോശമാണ്, നമ്മുടെ സ്കിന്നും നല്ല മോശമാണ്. പുലർച്ചെ തണുപ്പത്ത് നമുക്ക് ഓഫീസിലേക്കൊക്കെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് റെഡി ആവുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തണുപ്പത്ത് ജീവിച്ച് പോകാനാണ് കേട്ടോ. തെർമൽസാണ് നമ്മുടെ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഉള്ളിൽ ഫുൾ ഈ തെർമൽസ് ഇടും, ടോപ്പും ബോട്ടും ഒക്കെ. അത് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറെയും റീഇൻഫോഴ്സ്മെൻറ്റ് സ്കാർഫ്, വീനി, ജാക്കറ്റ് ഒക്കെ. പുറത്ത് കണ്ടു ആ സ്പ്ലാഷ് ബാക്ക് വിൻഡോൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇരുടാണ് കേട്ടോ. രാവിലെ എങ്കിലും ഇരുടാണ്, വിൻ്ററല്ലേ, വെളിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. ഞാൻ നേരത്തെ ഓഫീസിൽ പോയി നേരത്തെ തിരിച്ച് വരാനാണ് അന്നത്തെ ഒരു പരിപാടി. രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ഒക്കെ നോക്കുകയാണ്. ഞാൻ സാനൂന് എന്നും ഞാൻ തന്നെ ഹോം മെയ്ഡ് ലഞ്ചസ് പാക്ക് ചെയ്തിട്ടാണ് വിടാറ്. ബട്ട് ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ പോണ ദിവസങ്ങൾ ഐ ട്രൈ ഗിവിങ് ഹർ ക്യാൻറ്റീനിലുള്ള ഓർഡറൊക്കെ കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് ഇതാ കാപ്പിയൊക്കെ കുടിച്ച് ഈ തണുപ്പാണ് എന്നുണ്ടെങ്കിലും ആ ഒരു മോർണിംഗ് ടൈം പീസ്, ജസ്റ്റ് എ ബിറ്റ് ഓഫ് മീ ടൈം ഒക്കെ എൻജോയ് ചെയ്യാമല്ലോ നമുക്കും വേണ്ടേ കുറച്ച് സമാധാനപരമായ കുറച്ച് സമയം. ഇരുട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പേടിയാട്ടോ. ബിക്കോസ് ഇറ്റ് റിമൈൻഡ്സ് മീ ദാറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇറ്റ്സ് കൊണ്ട് ബി കൊടും ഭീകര തണുപ്പ്. എന്നാലും സാരമില്ല, നമുക്കിപ്പോൾ ഇത് പാർട്ട് ഓഫ് അവർ ലൈഫായി മാറിയിരിക്കണു. ഇത് മാത്രമല്ല, ഞാൻ രാവിലെ എൻ്റെ ആ സോഷ്യൽ മീഡിയയുടെ കുറച്ചൊരു പരിപാടി എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ കുറേ പരിപാടികളുണ്ടാവും പോസ്റ്റ് ചെയ്യാൻ, റീൽസ്, അതുപോലെ നിങ്ങളൊക്കെ എനിക്ക് കോമെൻറ്റ്സ് ആയിട്ടൊക്കെ എഴുതുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ അയക്കൽ, ഇതൊക്കെ ഞാൻ രാവിലെ വിത്തൗട്ട് ഫെയിൽ ചെയ്യണ വൺ ഓഫ് മൈ ആക്ടിവിറ്റീസാണ്. അതിപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് നേരത്തെ ചെയ്യണമെന്ന് മാത്രം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേക്ക് ചെയ്താലും മതിയാവും. ഇതൊക്കെ രാവിലെ ദോശയും സാമ്പാർ അല്ലെങ്കിൽ ഇഡ്ഡലി, ഉപ്പുമാവ്, ഇതൊക്കെ മലയാളി ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. അവരൊക്കെ ഐ റിയലി സല്യൂട്ട് ദെയർ പേഷ്യൻസ് ആൻഡ് അവർക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കിൽസിനെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് ഇസ് സോ അമേസിങ്. എനിക്ക് ആ കഴിവില്ല. ഞാൻ ഇതുവരെ ഈ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലൊന്നും ഇത്ര കൊല്ലത്തിലും ഞാനിങ്ങനെ ഒരു മലയാളി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നോർമലായിട്ടുള്ള ഇവിടുത്തെ നമ്മൾ എന്താ കഴിക്കുക അങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങൾ, ബ്രെഡിൻ്റെ ഐറ്റംസോ എന്തെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐറ്റം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വീക്കെൻഡ്സിലേ പറ്റാറുള്ളൂ കേട്ടോ. മലയാളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നടക്കണില്ല, എന്നെ കൊണ്ട് പറ്റണില്ല എല്ലാം കൂടെ. ഞാനിപ്പോൾ രാവിലെ ഇറങ്ങണതിന് മുന്നേ ഞാൻ കുറച്ച് ഡാനിഷ് പേസ്ട്രി ഇല്ല, ഡാനിഷിൻ്റെ ക്രസോൺസൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങണേ. എനിക്കും ഇത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. രാവിലെ എനിക്കങ്ങനെ വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള പുട്ടും കടലയും ഒന്നും കഴിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ പോകാനും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ബട്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻലി ഇത്. ഇവിടെ വന്നിട്ട് ഒരു മലയാളി സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരാൾ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ പഠിച്ചൊരു സംഭവമാണ് ഡ്രൈവിംഗ് ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ നല്ല എഫക്റ്റീവാണ്, എന്നാലും നമുക്ക് ഡ്രൈവ് ചെയ്തേ പറ്റൂ. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കുറേ കാലം പേടി കാരണം വണ്ടി ഓടിക്കാതെയൊക്കെ നിന്നിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് വണ്ടി വാങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു, വീണ്ടും ഞാൻ ഓടിക്കാനൊക്കെ പഠിച്ചു. അതൊക്കെ അങ്ങനത്തെ കുറേ കോമഡി കഥകളൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ. ബട്ട് ഇതൊന്നും ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾക്ക് അത്രയും മോട്ടമുള്ള ലൈഫ് സ്റ്റൈലാണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ആരായാലും ഡ്രൈവിംഗ് പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അത് ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യും. എത്ര പേടിച്ചിട്ടാണെങ്കിലും വിത്തൗട്ട് ഫെയിൽ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 6 or 7 days a week ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. എന്താ അല്ലേ, ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് തണുപ്പ് പറ്റുന്ന ആളല്ല. ഐ തിങ്ക് നമ്മൾ സ്വതവേ മലയാളികൾ നമുക്ക് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ വെതറിൽ ഉള്ള ഒരു മനുഷ്യന്മാരാണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതും, അഡ്ജസ്റ്റ് ആയോ എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഫുള്ളി അഡ്ജസ്റ്റ് ആയി. തീരെ താങ്ക് യു. ഉണ്ട് ആ റോഡ് റൂൾസൊക്കെ ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വണ്ടി വെയിറ്റ് ചെയ്ത് തന്നു. എനിക്ക് ഒട്ടും പറ്റാത്തത് തണുപ്പാണ് കേട്ടോ.
തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ്. ഇന്ന് ആക്ച്വലി 10 ഡിഗ്രി, 10 ഡിഗ്രി പിന്നെയും മാനേജ് ചെയ്യാം. അതാണ് ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ. ഇതിനും താഴുമ്പോൾ എനിക്ക് പറ്റാറില്ല. ഞാൻ ഇവിടെ ഇതിനും താഴും. നിങ്ങൾ ഓസ്ട്രേലിയയിൽ എവിടെയാണോ വരണേ എന്നനുസരിച്ചിരിക്കും ഇവിടുത്തെ തണുപ്പും കേട്ടോ. നല്ല തണുപ്പുള്ള കൺട്രിയാണ്. നമ്മൾ തണുപ്പില്ലാന്ന് പല സ്ഥലങ്ങളിലും ഒരു റോങ് നോഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണേ, നിങ്ങൾ വോം സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ച് മാത്രം ഇരിക്കരുത്. സമ്മേഴ്സ് ആർ വോം ഓഫ് കോഴ്സ്, പക്ഷേ വിൻ്റേഴ്സ് നല്ല പ്രൊമനൻ്റ്ലി തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് എ മേജർ ഷോക്ക് ഫോർ മീ. ആൻഡ് ഇപ്പോഴും അതിങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് എപ്പോഴെങ്കിലും ഫുള്ളി അഡ്ജസ്റ്റ് ആവും തന്നെ. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാറില്ല. ജോലിക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല അതിൽ, ബിക്കോസ് ഞാൻ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ അത് കാണിച്ചു തരാറുണ്ട്. സിറ്റിയുടെ ഈ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു പ്രോപ്പർ മെയിൻ സിറ്റിയിൽ ജോലി ചെയ്യാനൊക്കെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അതായിരിക്കില്ല ഇഷ്ടം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ആൻഡ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ സിറ്റിയിലുള്ള ഓഫീസസിലും സബർബൻ ഓഫീസസിലും ഇവിടെ വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഓൾവേസ് റെസ്പെക്ട് വാട്ട് ദിസ് കൺട്രി ഹാസ് ടു ഓഫർ അസ്. ഹായ് ഗൈസ്, ഓഫീസ് പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓഫീസിൽ പോകുമ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ബട്ട് ദ ഗുഡ് തിങ് ഈസ് പോസ്റ്റ് കോവിഡ് നമുക്ക്, ഐ എം ഷുവർ കുറേ പേര് എന്നോട് അഗ്രി ചെയ്യും, പോസ്റ്റ് കോവിഡ് നമുക്ക് ഉണ്ടായ ഒരു ഗുണമാണ് വർക്ക് ഫ്രം ഹോം കേട്ടോ. വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഹവ് ഡൺ. ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തേനെ. എന്നെക്കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹവ് ബീൻ ഏബിൾ ടു മാനേജ്, ബിക്കോസ് നമുക്ക് അത്രയും കാര്യങ്ങളുണ്ട് ഔട്ട്സൈഡ് വർക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ. ആൻഡ് സുനിൽ ഈസ് നോട്ട് ഇൻ എ പ്രൊഫഷൻ വെയർ ഹീ ക്യാൻ വർക്ക് ഫ്രം ഹോം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല. പിന്നെ ഉള്ള അത് ഞാനാണ്. അപ്പോൾ ഒബ്വിയസ്ലി ബിക്കോസ് എനിക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് ഐ തിങ്ക് നമ്മുടെ ഒരു ഫാമിലീനെ ദാറ്റ് റിയലി ഹെൽപ്സ്. ഇപ്പോൾ കുട്ടികളെ പതുക്കെ ഡ്രോപ്പ് ചെയ്താൽ മതി. ബട്ട് സാലൂൺ ഓഫ് കോഴ്സ് സ്കൂളിൻ്റെ കാര്യത്തിന് ഷീ ഹാസ് ദാറ്റ് ടൈം, ബട്ട് ആഫ്റ്റർ സ്കൂളിനൊന്നും നിൽക്കേണ്ടി വരുന്നില്ല. ആഫ്റ്റർ സ്കൂൾ കെയർ ഒക്കെ ഉണ്ട് സ്കൂളിൽ തന്നെ. പക്ഷെ അവൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഞാൻ വീട്ടിലുണ്ട്, അവൾക്ക് വീട്ടിലേക്ക് വരാം. അപ്പോൾ സാഷുവിനെ തന്നെ നേരത്തെ എണീപ്പിച്ചിട്ട് കൊണ്ടുപോയി ഡേ കെയറിലാക്കി ലേറ്റായി പിക്ക് ചെയ്യുക. അങ്ങനെ കുറേ കുട്ടികളുണ്ട് അവളുടെ ഡേ കെയറിൽ തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ പോണത്. നോട്ട് ദാറ്റ് ഇറ്റ്സ് ബാഡ്, ബട്ട് സാഷുവിന് നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അവൾ പതുക്കെ എണീറ്റ് പതുക്കെയാണ് കൊണ്ടാക്കുക. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം 5 മണിക്ക് എനിക്ക് അവളെ വേഗം പിക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കുട്ടികളുടെ ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റീസ് ഇതിനൊക്കെ നമുക്ക് ഓടാൻ പറ്റണത് ഇസ് ബിക്കോസ് ഓഫ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്ക് ഫ്രം ഹോം കേട്ടോ. അതില്ലാത്ത പേരൻസും മാനേജൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് നോട്ട് ഇമ്പോസിബിൾ. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിന് മുമ്പും എനിക്ക് 2 കുട്ടികളായിരുന്നില്ല ആ സമയത്ത്, എനിക്ക് സാനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ബട്ട് വി സ്റ്റിൽ മാനേജ്. എനിക്ക് അന്ന് വർക്ക് ഫ്രം ഹോമുള്ള ജോബും ആയിരുന്നില്ല. ആൻഡ് വി വർ ഏബിൾ ടു മാനേജ്. നമ്മളൊക്കെ ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ മാതിരി സാധനം നേരത്തെ എണീപ്പിക്കണമായിരുന്നു. ലേറ്റായിട്ട് സ്കൂളിൽ ആഫ്റ്റർ കെയർ ഒക്കെ കഴിഞ്ഞ് പതുക്കെ വൈകുന്നേരം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾ ഓഫ് ദാറ്റ് ഈസ് ദെയർ. പോസിബിൾ ആണ്, നമ്മളത് ചെയ്തിട്ടുമുണ്ട്. ബട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ട് പിന്നെ നമുക്കത് ഇല്ലാതെ എങ്ങനെയാന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ചുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ എനിക്കറിയണ കുറേ പേര്, നമ്മുടെ ചാനൽ കാണുന്ന കുറേ പേരുണ്ട് ഹൂ ആർ ലൈക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഇല്ലാത്തവർ. ആൻഡ് അവരൊക്കെ ബ്യൂട്ടിഫുള്ളി അവരുടെ ഫാമിലി നടക്കണുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫിസിക്കലി സ്ട്രെസ്ഫുൾ, മെൻ്റലി അതൊരു പ്രഷറും ആണ്. ബട്ട് അതല്ലാണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ആസ് എ മലയാളി ഇൻ ഓസ്ട്രേലിയ ആണല്ലോ ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആസ് എ മലയാളി ഇൻ ഓസ്ട്രേലിയ എനിക്ക് ഓഫ് കോഴ്സ് ദിസ് റിയലി ഹെൽപ്സ്, എസ്പെഷ്യലി ബിക്കോസ് ഇവിടെ വർക്ക് ഇസ് എന്താ പറയുക, വർക്കല്ല ലൈഫിലെ എല്ലാം എന്നുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ദർ ഇസ് ദാറ്റ് വർക്ക് ലൈഫ് ബാലൻസ്. നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മുടെ അവരുടെ കാര്യങ്ങൾ ആർ ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ഉള്ളത് റിയലൈസ് ചെയ്യണ കുറേ കമ്പനീസ്, എംപ്ലോയേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ആ ഒരു വർക്ക് കൾച്ചർ നമുക്ക് തന്നെ പഠിക്കണം. ബിക്കോസ് ഐ തിങ്ക് ആസ് ഇന്ത്യൻസ് നമുക്കൊരു ജോലി തന്നെ ചെയ്യണം, ലീവ് ഒന്നും എടുക്കരുത്, അങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു തോട്ട് ഉണ്ട് നമുക്ക്. ബട്ട് ഐ തിങ്ക് വിത്ത് ടൈം ഐ ഹവ് ഓൾസോ റിയലൈസ്ഡ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ലീവ് തന്നെ എടുക്കണം, സിക്ക് ലീവ് അടിക്കണമെങ്കിൽ സിക്ക് ലീവ് എടുക്കണം, ആനുവൽ എടുക്കണമെങ്കിൽ ആനുവൽ എടുക്കുക തന്നെ വേണം. അതിന് നമ്മളൊരു ഹെസിറ്റേഷൻ തോന്നരുത്. ബിക്കോസ് നമ്മൾ ചോദിക്കാൻ നമുക്ക് വേണ്ടി ചിലപ്പോൾ ഉണ്ടെങ്കിലും
അവർക്കത് തരണേലൊന്നും ഒരു മടിയില്ല. സോ ആ ഒരു വർക്ക് കൾച്ചർ നമ്മളും കൂടെ പഠിച്ചെടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈവൻ വെൻ ഐ ഹാഡ് എ ടീം ആൻഡ് യുനോ ഞാനിപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ ഐ ഓൾവേസ് മേഡ് ഷുവർ ദറ്റ് ഐ വാസ് അങ്ങനത്തെ ഒരു മാനേജർ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ദ മാനേജർ ഹു വാസ് ലൈക്ക് എവിടെയായിരുന്നു ലീവ് ഒന്നും എടുക്കാൻ പറ്റുക അങ്ങനത്തെ ആറ്റിറ്റ്യൂഡേ ആയിരുന്നില്ല. ബിക്കോസ് അങ്ങനെ എല്ലായിടത്തും ഒരു വർക്ക് കൾച്ചറും. അപ്പോൾ അത് പഠിക്കാനും കൂടെ എനിക്ക് പറ്റി. അങ്ങനെ ആയിരിക്കണം മാനേജേഴ്സ്. യു ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എംപത്തറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ദ ടീം, ദ സ്റ്റാഫ്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ഓൾസോ വാണ്ട് ഫ്രം മൈ മാനേജർ, റൈറ്റ്? അപ്പോൾ അതന്നെ ആയിരിക്കണം നമ്മുടെ ഒരു ബിഹേവിയറും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ പഠിച്ചു കേട്ടോ. ആൻഡ് ദാറ്റ്സ് സംതിങ് ദാറ്റ് റിയലി ഹെൽപ്സ് മീ. മലയാളി എന്നല്ല, ഒരു മൈഗ്രൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമുക്കിവിടെ വേറെ സപ്പോർട്ടൊന്നുമില്ല. സോ ഒബ്വിയസ്ലി നമ്മുടെ വർക്ക് ഫ്രണ്ട്സ് ആർ ലൈക്ക് വെരി വെരി ഡിയർ ടു മീ. നല്ല ടീമാണ് നമ്മുടെ എല്ലാവരും കൂടെ ഉള്ളവർ. സോ ദാറ്റ് ഐ തിങ്ക് ഇസ് എ ബ്ലെസ്സിങ് ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ് മീ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലും കേട്ടോ. ഈവൻ നമ്മുടെ ഈ വ്ളോഗ്സ് റീൽസിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഓഫീസിലും. എല്ലാവരും മനസ്സിലാവാത്തവരും കൂടെ അത് കണ്ടിട്ട് കോമെൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊക്കെ നോക്കും. എനിക്ക് ഓഫീസിലും നമ്മുടെ ഇൻറ്റേർണൽ ചാനൽസിലൊക്കെ തന്നെ മെസ്സേജൊക്കെ ചെയ്യും. കുറേ പേര് അങ്ങനത്തെ സപ്പോർട്ടൊക്കെ ചെയ്യണവരുണ്ട്. സോ ഇറ്റ്സ് റിയലി നൈസ് ടു സീ ആ ഒരു സപ്പോർട്ട് ഫ്രം വർക്ക്, ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ് മീ. ഭക്ഷണം നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. ഇപ്പോൾ നോക്കിയാലും വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ടില്ലേ, നമ്മുടെ ഡേയ്സ് ക്യാൻ ബി റിയലി ഹെക്ടിക് ആൻഡ് ബിസി. നമ്മളിപ്പോൾ രാത്രി ഡിന്നർ കഴിക്കാൻ ഇവിടുത്തെ ചട്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നിക്കാണ് കേട്ടോ. നമ്മുടെ ബെല്ലവിസ്റ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഏറ്റവും അടുത്ത അവരുടെ ബ്രാഞ്ച്. കാറിൽ ഇരുന്നിട്ട് തന്നെ ഞാനും സുനിലും മെനു ഒക്കെ നോക്കി അവരുടെ പുതിയ വിൻ്റർ മെന്യൂസും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമാതിരി ഇതിൽ മെനു ഐറ്റംസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ കഴിക്കണം എന്നറിയാതെ അവസാനം സൗത്ത് ഇന്ത്യനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. അവിടെ ഒന്നാമത് എൻ്റെ മാവൊന്നും പുളിക്കില്ല. പിന്നെ അതാ ഇങ്ങനത്തെ നല്ല ഡ്രിങ്ക്സും നല്ല ദോശയൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഇഷ്ടമാതിരി ഓപ്ഷൻസാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തട്ടി നടക്കാൻ പറ്റില്ല, പല സ്ഥലത്തും ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഞാനൊരു റവ ദോശയാണ് പറഞ്ഞിരിക്കുന്നത്. സുനിലൊരു മൈസൂർ മസാല ദോശയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ ഷെഫിനെയൊക്കെ വരുത്തിക്കും ഇവിടെയുള്ള കുറേ റെസ്റ്റോറൻറ്റ് ഓണേഴ്സൊക്കെ. സോ ഫുഡ് ഈസ് റിയലി ഗുഡ്. ദർ ആർ സം റിയലി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് ആസ് വെൽ. ഇന്ത്യൻ ഫുഡ് ആൻഡ് ഇൻ പെർട്ടിക്കുലർ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ സെർവ് ചെയ്യണേ. ആൻഡ് നമ്മളെപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ സുനിലൊരു സാധനം ഓർഡർ ചെയ്യും, ഞാനൊരെണ്ണം ഓർഡർ ചെയ്യും. അപ്പോൾ സുനിലിപ്പോൾ ഇത് കണ്ടു, ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്ക് പിന്നെ സുനിലേയും ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് അറിയാം വിച്ച് വൺ ഇസ് നൈസർ. അങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കാനാണ് നമുക്കിഷ്ടം. സോ വി ഗെറ്റ് ടു ടേസ്റ്റ് എ ലോട്ട് ഓഫ് ഫുഡ്. ഐ വോണ്ട് ദി കിഡ്സ് ടു എക്സ്പ്ലോർ ദ ഫുഡ്. പക്ഷേ സാനു എപ്പോഴും നാനും പനീറും മാത്രമേ കഴിക്കൂ കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ സാഷു പിന്നെയും കഴിക്കും. ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ കുറിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണാൻ പലർക്കും അറിയണ്ടാവുമല്ലോ. ഡാൻസ്, മ്യൂസിക്, സിനിമ, അഭിനയം, സർവ്വത്രയും നമുക്ക് ഓപ്ഷനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഓണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യാണ്. ഇത് നോക്കൂ, ഇങ്ങനത്തെ ഒരു ഹാള് നമുക്ക് ഹയർ ചെയ്ത് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എത്തും. അതിന് മുമ്പ് ഞാൻ കുറച്ച് എന്തൊക്കെയൊക്കെ ഓർഡർ എടുത്ത് വീഴ്ത്തുന്നുണ്ട്, കുറച്ച് വീഡിയോ എടുത്തു എന്നുള്ളൂ. ബട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയാണ്. മൂവീസിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം, ഓവറാക്കല്ല. എന്നാലും ആ തിയേറ്ററിലെല്ലാം പിള്ളേരെയും കൊണ്ട് ഞാൻ വന്നിക്കാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഷോയും ഹൗസ്ഫുള്ളാണ്. ബട്ട് ശരിക്കും ഇരുന്നിട്ട് നമ്മുടെ മൂവി എടുത്തതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിക്കാം കേട്ടോ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഗൈസ് നോക്കൂ, ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. ഈ ഷോവും ഹൗസ്ഫുള്ളാണ്. സോ ദാറ്റ് ജസ്റ്റ് ഷോസ് മൂവി മേക്കിങ്ങിന് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള സ്കോപ്പൊക്കെ ഉറുമയാണ് കേട്ടോ ഒന്ന് ഹോസ്റ്റ് ചെയ്യണേ. അപ്പോൾ ആശിഷും ഉണ്ട്. ചെറുതോടൊന്ന് ചോദിക്കാം, അമ്മ സീറ്റ് ബെൽറ്റ് എവിടെയാണ്? ഓക്കെ, ഐ സിറ്റ് ഹിയർ. ഞാൻ പറഞ്ഞ മാതിരി ഓവറാക്കല്ല, പക്ഷേ ഇതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് ഈ ആഴ്ചയാണ് ഇത് മുഴുവൻ നടന്നതും. നമ്മളിതാ കുട്ടികളും എല്ലാവരും മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മൂവീസൊക്കെ കാണാൻ. അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ ഇടയിൽ ഉണ്ടായി ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ റിലീസിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇത് കേട്ടോ. ഫസ്റ്റ് ഡേയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇത് നമ്മുടെ അമേസിങ് ടീമാണ്. എന്താ എല്ലാവരും ഉണ്ട്. പെപ്പി പോപ്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് ഇവർ. മൂവീസൊക്കെ ഇവിടെ ഉണ്ടാക്കാനും തിയേറ്ററിൽ വരാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ് ടു ബി ബാക്ക് ദെയർ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒന്നും കൂടെ മൂവി കാണാനാണ് പോയത്. ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാവും, ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ആക്ട് ചെയ്ത മൂവിയിലത്തെ ആക്ടേഴ്സും ഡയറക്ടറൊക്കെയാണ് ഇത്. നമ്മളും കുറേ ഫോട്ടോ സെഷനും പരിപാടികളൊക്കെ ചെയ്തു. ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ്. വാസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എൻ്റെ ലൈഫിൽ
കലാപരമായ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഐ റിയലി അപ്രീഷിയേറ്റ്. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ആസ് എ മലയാളി നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻസും ഇവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്നുണ്ട്. കുട്ടികളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ മെയിൻലി പറയണ്ടേ, മൈ ലൈഫ് റിവോൾവ്സ് അറൗണ്ട് ദെം എ ലോട്ട്. ഞാൻ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു സെൻട്രൽ 2 പീസുകളുടെ ഇടയിലാണ് എല്ലാം ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഓൾ മദേഴ്സ് അല്ല ദാറ്റ് റൈറ്റ്. ഇവരെ കൊണ്ട് പുറത്ത് പോവുക എന്നൊക്കെ ഉള്ളത് എനിക്കും സുനിലിനും ഇത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് എസ്പെഷ്യലി ചെറുത് ഒരു വലിയ മൂച്ച് കയറി നിൽക്കണ ഒരു പ്രായമാണ്. ദാറ്റ് 2-year-old ടെറിബിൾ 2's ഫേസിലാണ്. സാനു പിന്നെയും യുനോ ഷീസ് ഇൻ ദാറ്റ് ഓൾമോസ്റ്റ് അപ്രോച്ചിങ് ടീൻ ആ ഒരു ഫേസിലാണ്. സോ ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു സീ 2 different പേഴ്സണാലിറ്റീസ് ഇൻ 2 different ജനറേഷൻസിലുള്ള കുട്ടികളെയും കൊണ്ടൊക്കെ തന്നെ കറങ്ങുമ്പോൾ ചെറുതിന് ഇപ്പോൾ എവിടെ പോയാലും ടോയ്സ് വാങ്ങണം കേട്ടോ. എല്ലാ ടോയ്സും വാരി വലിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. എന്നതാ ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കണേ. വേറെയും നമുക്കിനി വീട്ടിൽ പോയിട്ട് പരിപാടികളുണ്ട്. അതിന് മുന്നേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത് ഫുഡും പരിപാടികളൊക്കെ കഴിച്ച് ജസ്റ്റ് എടുക്കാനുള്ള ചിൽ ഡേ. ബിക്കോസ് വി ഹാവ് സച്ച് എ ബിസി ലൈഫ്. വെനെവർ വി ക്യാൻ വി ഹാവ് ടു ഗോ സ്പെൻഡ് സം ടൈം വിത്ത് ദ കിഡ്സ് ആൻഡ് ഫാമിലി. തിരിച്ചു പോകുമ്പോൾ അത് കണ്ടില്ലേ, എന്ത് റൗഡിയായി നടന്ന സാശുമയാണ് വണ്ടി കയറി ഉറങ്ങി. അപ്പം നല്ല പ്രൗഡി. ഞാനതിൻ്റെ കൂടെ ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സുനിലും സാനുമാണ് മുന്നിലിരിക്കണേ. ജസ്റ്റ് ഒരു ഈവനിങ് ഡ്രൈവ് പോലെ ആഫ്റ്റർ എ ഹോൾ ഡേ ഔട്ട്. ഇടയ്ക്ക് ഇങ്ങനെ വെളിച്ചവും സണ്ണൊക്കെ ഉള്ള വിൻ്റർ ഡേയ്സിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിരിക്കാൻ. നമുക്ക് അത്രയും ക്രേവ് ചെയ്യും. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ബട്ട് യു നോ വി ജസ്റ്റ് ഹാവ് ടു ഹാൻഡിൽ സംഹൗ റൈറ്റ്. ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കും. And then, you know, all the sun exposure wherever we can. And the best part is like, you know, whenever we can ഇങ്ങനെ വെളിച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലത്തെ അത്ര വെയിലൊന്നും അല്ലാന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുക, യു നോ, എൻജോയ് നേച്ചർ, സ്പെൻഡ് സം ടൈം വിത്ത് ഫാമിലി. ഓൾ ഓഫ് ദാറ്റ് റിയലി കോൺട്രിബ്യൂട്ട്സ് ഇൻ ദ ലോങ് റൺ, ഐ ഫീൽ, ഇൻ ദ ഫിസിക്കൽ ആൻഡ് our mental health. Rashima, ഇതെന്താ? What are you fixing? I'm fixing the toilet. The toilet? സാഷുമ്മയുടെ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ സാഷുമ? Are you excited? ടോയ്ലറ്റ് കണ്ട് ഇത്രയും സന്തോഷമുണ്ടാവുള്ളൂ. ഇത് സ്റ്റെപ്പ് സ്റ്റൂളാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ടോയ്ലറ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് ദെൻ അവൾക്ക് കയറിയിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കുട്ടി സീറ്റ് ഉണ്ട്. അതും പിടിച്ചിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കണത്. സാഷുമ, show me your toilet seat. വാവ്, ഇതിലെങ്ങനെ ഇരിക്കുക ഉണ്ണി? ഇതിലെങ്ങനെ ഇരിക്കുക? അവരെ ഡേ കെയറിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ടോയ്ലറ്റിലൊക്കെ ഇരിക്കുക എന്നൊക്കെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സാഷു, what is it? Toilet. What are you going to do? Toilet. Don't hit your head. Careful സാഷു. എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് അവിടെ ഇരുന്നോളൂ. Look, അച്ഛൻ ഫിക്സിങ് ഇറ്റ്. ഇതാണ് സംഭവം. സ്റ്റെപ്പായിട്ട് കയറി ഇരിക്കാം. Go to the toilet. Go to the toilet. Go to the toilet. Go to the toilet. തുള്ളല്ലേ, ഇടാം പോയിട്ട് നോക്ക്. ഇവിടുന്നേ കേറിയിട്ട് നീ കാര്യം ഒപ്പിക്കണ്ട. എന്റെ സാശു, പേഷ്യൻസ് എന്നാ എന്താണ് എന്റെ എന്തൂസിയാസം. അങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേറെയുണ്ട്. ഈ ഒരു ദിവസം എന്താ ഉള്ളിയും ഒക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കണത് ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. മലയാളീസ് ആണല്ലോ, നമുക്ക് നമ്മുടെ ചിക്കൻ കറി വലിയ ഇഷ്ടമാണല്ലോ. നമ്മുടെ നാടൻ രീതിയിൽ ഉള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ അതുണ്ടാക്കാനാണ് ഇന്നത്തെ ഒരു പരിപാടി. കുട്ടികൾക്കും ഇത് വലിയ ഇഷ്ടമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എരിവ് പറ്റില്ല, 2 പേർക്കും ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ് എരിവിൻ്റെ കാര്യത്തിൽ. ബട്ട് 2 പേർക്കും ചിക്കൻ കറി തൈരും ചോറും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നന്നായി കുഴച്ചൊക്കെ കൊടുത്താൽ ഇഷ്ടമായിട്ട് കഴിക്കും 2 പേരും. അപ്പോൾ അതിനുള്ള ഒരു എഫേർട്ട് ഞാൻ എടുക്കുകയാണ്. നമ്മളൊരു കിച്ചണിൽ ഇങ്ങനെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഉള്ളതുകൊണ്ട് ഇവരൊക്കെ കൂടി മുന്നിലും ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്ന് പണിയെടുക്കണ ഒരു ഫീലിംഗും ഉണ്ടാവില്ല. കുറച്ച് എൻ്റർടൈൻമെൻ്റായി നമുക്കിങ്ങനെ 2 പേർക്കും വർത്താനമൊക്കെ പറഞ്ഞിരിക്കും ചെയ്യാം, കഥകളൊക്കെ പറയുകയും ചെയ്യാം. എൻ്റെ വർത്താനം നോൺ സ്റ്റോപ്പ് കേട്ട് ബോറടിച്ചിട്ടുണ്ട്. കുട്ടി ഇതാ കിടന്ന് ഉറങ്ങിയിട്ടോ അവിടെ.
സുനിലും ഞാനും നോക്കിയപ്പോൾ നല്ല ഉറക്കം, നല്ല കളിയാണ്. ഡേ കെയറൊക്കെ പോണ ദിവസമാകുമ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവൾ നാപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈവനിങ്സൊക്കെ ആകുമ്പോൾ ഉറങ്ങിപ്പോവും. എനിവേസ്, നമുക്ക് നമ്മുടെ ചിക്കൻ കറിയാണല്ലോ മെയിൻ വിഷയം ഇന്നത്തെ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അധികം കാര്യങ്ങളൊന്നും ഇടില്ല. മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, ഞാൻ കുറച്ച് മീറ്റ് മസാല ഇടും, പെപ്പർ ഇടും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നന്നായി വഴറ്റി തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി വഴറ്റി ചിക്കനും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കണേ നമ്മുടെ നോർമൽ ഒരു ചിക്കൻ കറി. ചോറിൻ്റെ കൂടെ ഇത് ചിക്കൻ കറി ഉണ്ട്, ബട്ട് ഞാൻ സൈഡിലൊരു സാലഡും കൂടി ഉണ്ടാക്കുകയാണ്, റൈത്ത മാതിരി ഇട്ടിട്ട്. നമ്മുടെ ക്യൂക്കമ്പർ അതുമാതിരി ഉള്ളി തക്കാളി ഓൾ ദോസ് ഐറ്റംസ് ഇട്ടിട്ടുള്ള നോർമൽ ഒരു റൈത്ത സാലഡും കൂടെ കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ ഒരു കുശാലായി. നമുക്ക് അധികം തണുപ്പുള്ള കാര്യങ്ങൾ ഞാൻ തണുപ്പ് കാലത്ത് കഴിക്കാറില്ല, ബട്ട് ഇടയ്ക്ക് ഇങ്ങനത്തേക്ക് ഒരു സാധനമൊക്കെ അതിൻ്റെ കൂടെ ഇടാം. നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ നന്നാക്കി കഴുകി എടുത്ത് വെച്ച ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. സോ ദാറ്റ് ആർ ചിക്കൻ കറി ക്യാൻ സ്റ്റാർട്ട് കുക്കിംഗ് ഇൻ വൺ സ്ഥലം. 4 മണി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ എല്ലാവർക്കും ഇരുന്ന് വർത്താനം പറയാം വൈൽ ദ ചിക്കൻ കറി ഇസ് ആവലിംഗ് ആൻഡ് തിളക്കലിംഗ്. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി നന്നായി ആയി വരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ നാളികേരത്തിൻ്റെ കൊത്തു നാളികേര കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ നല്ല കിടിലൻ നാടൻ ചിക്കൻ കറി റെഡി കേട്ടോ. ഇതും ചോറും കൂട്ടിയിട്ട് വേണം എന്നൊരു പിടി പിടിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ പാലക്കാടൻ മട്ടയാണ് ഇപ്പോൾ ഇത്, നമ്മളതാണ് കഴിക്കണത്. സാലഡും അച്ചാറും എല്ലാതും ഉണ്ട്, ഇവിടെ എല്ലാം കിട്ടും. സുനിലിൻ്റെ മുഖത്ത് ഈ പുഞ്ചിരി തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഈ ഒരു കംഫർട്ട് മീൽ, ചോറ്, ചിക്കൻ കറി, ഒരു സാലഡ്, ഇത്തിരി അച്ചാറ്, പപ്പടം കേട്ടോ. ബ്യൂട്ടിഫുൾ വാം ഹോംലി ഡിന്നർ. കുരങ്ങി പിള്ളേർ എന്തിനാണോ കുരങ്ങി പോലെ ഓടണേ? എന്തിനാ കുരങ്ങി പിള്ളേർ പോലെ ഓടണേ? ഓക്കെ ഗൈസ്, കുറേ കാര്യങ്ങൾ കവർ ചെയ്തു ഫീൽ ചെയ്യണു. പക്ഷേ ഇത് കൃത്യം 1 വീക്കിലത്തെ ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ ടു സൺഡേയിലത്തെ വിശേഷങ്ങളാണ് ഈ കാണിച്ചു തന്നത്. സോ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഷോ എന്നെ കൊണ്ട് പറ്റില്ല, എന്തൊക്കെ ഓട്ടാണ്, ഇതൊന്നും നടക്കണ കാര്യമില്ല, ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ, ഈ പിള്ളേർ ഇവിടെ കടന്നു വിടാം. ഓക്കെ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റണ കാര്യമല്ല എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ബട്ട് ഐ തിങ്ക് നമ്മൾ ജനറലി നമ്മുടെ ഒരു നാട്ടുകാർ വി ആർ വെരി റെസിലിയൻറ്റ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടത്തുമല്ലോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. ഞാൻ അങ്ങനെയാണ് പോണതും. ഇതൊരു ബാലൻസിങ് ആക്ടും കൂടിയല്ല, എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ നടക്കണു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന കുറച്ച് ക്വയറ്റ് മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരിത്തിരി എന്താ പറയുക, ഇരുട് മുറിയിൽ ചെറിയ അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ ഐ ഫീൽ റെജുവിനേറ്റഡ്. ഓരോരുത്തർക്കും ഓരോന്നല്ലേ ഹെൽപ്ഫുൾ. എനിക്ക് ഇങ്ങനത്തെ കോർണേഴ്സ് ഞാൻ നമ്മുടെ വീട്ടിലാക്കി വെച്ചേക്കുന്നത് തന്നെ. എന്താ ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കോർണേഴ്സ് തന്നെ വീട്ടിലാക്കി വെച്ചിരിക്കണത് ബിക്കോസ് ദീസ് ആർ തിങ്സ് ദാറ്റ് കാം മീ ഡൗൺ. പക്ഷെ അതിൻ്റെ ഇടയിൽ കട്ടുറുമ്പ് പോലെ ചില കട്ടുറുമ്പുകൾ വരും. കട്ടുറുമ്പേ കട്ടുറുമ്പിനെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ കട്ടുറുമ്പ് താ മടി കയറി വന്നിരിക്കണം. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് വിശേഷങ്ങളൊക്കെ എഴുതി അറിയിക്കൂ. ആൻഡ് ഓൾവേസ് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് എവറിബഡി ഡസ്. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. സോ until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. Bye guys.